ഗേറ്റ് വേണ്ട, മതിൽ വേണ്ട, അതിരുകളില്ലാത്ത ലോകം. ട്രംപ് മുതലമച്ചറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മോഡി സാറിനെ വിളിച്ചില്ല. അപ്പോൾ മോഡിജി പറഞ്ഞു, ഭായിയോ ബഹനോ, ये सुनना मांगता अपना दुनिया शांति समाधान मिलने के लिए एक आदमी हुकूमत में या कुर्सी में बैठना चाहिए. ലോകം ഒരു നെറ്റ്വർക്കിലേക്ക് പോകാൻ പോകുന്നു. 2 major leaders going to Russia. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെ എത്തും? മേലാൽ സംഭവിക്കാനുള്ളത് പ്രസന്റ്, ഫാസ്റ്റ്, ഫ്യൂച്ചർ. ഇംഗ്ലീഷിൽ വി ആർ ഗിവിംഗ് എ ഡെഫിനിഷൻ ഫോർ ഇംഗ്ലീഷ്. ഫാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കണ്ട കാലം, നിന്ന കാലം, വരുന്ന കാലം. ഇതിനകത്ത് എന്ത് സംഭവിക്കും? കടക്കാം വിശുദ്ധ ബൈബിളിലേക്ക്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പ യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിന് ശേഷം 4 യുഗങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. 1 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണം, അടുത്തത് 3.5 വർഷം വീണ്ടും മഹോപദ്രവത്തിന്റെ കാലം. 1000 ആണ്ട് വാഴ്ച ഇവിടെ ഉണ്ട് ഭൂമിയിൽ, ഒരു രാജാവ് നീതിയോട്. അത് കഴിഞ്ഞ നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ സ്ലോയിൽ പോകും. കൃപായുഗത്തിൽ 1ാമത്തെ സംഭവം നടക്കും. ശ്രദ്ധയോടെ ഇരിക്കണേ. ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഏതാ ദൈവസഭ? IPC ആണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, സിയോൻ പെന്തക്കോസ്താണോ, അല്ലെങ്കിൽ കൃപാസനമാണോ, CSI ആണോ, കത്തോലിക്കയാണോ? ഇതൊന്നുമല്ല ദൈവസഭ. ദൈവസഭയുടെ പ്രത്യേകത, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരെ ചേർക്കാൻ കർത്താവ് വരും. കൊടബിളാകം കൺവെൻഷൻ ഇന്ന് യൂട്യൂബിൽ ഓടുന്നുണ്ട്. അത് പ്രസംഗിച്ചിട്ട് വളരെ നാളുകളായി. വിജയമണ്ണ കൺവെൻഷൻ, റഷ്യ ഉക്രൈൻ ഞാൻ പ്രസംഗിച്ചു പോയത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെ എത്തും? ശ്രദ്ധയോടെ ഇരിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ ബൈബിൾ കൂടെ. കൃപായുഗം കഴിഞ്ഞാൽ ഒരു 3ാം ലോകമഹായുദ്ധം ഇവിടെ വരും. എസെക്കിയേൽ 39:2 നിങ്ങളുടെ ബൈബിൾ കൂടെ. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരായി ഗോഗ്? പണ്ടൊരപ്പച്ചനുണ്ടായത് കള്ളി കുടിച്ച് ദൈവസന്ധിയിൽ പട്ടുപോയ നോഗ. നോഗയുടെ 3 തലമുറകൾ, ശേം, ഹാം, യാഫേത്ത്. ബൈബിൾ കൂടെ ഉൽപ്പത്തി 10. അതിനകത്ത് യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്, താതായി, യൂബാൽ. മാഗോഗിനകത്ത് 5 കുള്ളന്മാരുണ്ട്. അതിലൊന്നാ കൊറിയ, 2 തൈവാൻ, 3 ജപ്പാൻ, 4 ചൈന, 5 റഷ്യ. ഇവിടെ പാറശാല, കറിയാച്ചൻ, തോമാച്ചൻ, കുഞ്ഞച്ചൻ, പൊന്നച്ചൻ, മത്തായിച്ചൻ. സ്വോത്രം. അതിലൊരുത്ത മതിൽ ചാടിയവനായി റഷ്യ. മാഗോഗിന്ന് മതിൽ ചാടിയവനാ ഗോഗ്. ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് രോസ് റഷ്യ, മേശക്ക് മോസ്കോ, ടൂബൽ ടുബാസ്കോ എന്നിവയുടെ തലവനായ റഷ്യ, ഞാൻ നിനക്ക് വിരോധം. അതാ കൊടബിളാകം കൺവെൻഷൻ ഇപ്പോഴും ഓൺലൈനിൽ ഓടുന്നുണ്ട്. ഞാൻ നിനക്ക് വിരോധമായി കഴിഞ്ഞ 3 വർഷമായി ഈ യുദ്ധം ഇവിടെ നടക്കുന്നു. ഞാൻ നിന്നെ താടിയല്ലിൽ, ഈ റൂട്ട് മാറ്റ്, താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി 6-1 പാറശാലയിൽ നിന്ന് കഴിവൻതിട്ട വഴി കുടിത്തറ മാർത്താണ്ട് ഡയറക്റ്റ് പോകാതെ വണ്ടി കട്ടിയുന്ന പോലെ ഞാൻ വഴിതെറ്റിക്കും. 6 രാജ്യങ്ങൾ കൂടി കടത്തും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. 6ാമത്തെ രാജ്യത്തിൽ കൂടെ നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിക്കും. അതാ ഇന്നത്തെ മനുഷ്യരെ പച്ചയ്ക്ക് വെടിവെച്ചു കൊല്ലുന്ന സിറിയ. സിറിയയിൽ കൂടി ഞാൻ ഇസ്രായേൽ പർവ്വതനിരകളിലെത്തും. അതാ 3ാം ലോക മഹായുദ്ധം. അതിനോടനുബന്ധിച്ച് കൊടബിളാകം കൺവെൻഷൻ കഴിഞ്ഞെങ്കിലും ഈ ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ഹമാസ് സംഘടന. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നു. കേട്ടാട്ടെ. ട്രംപ് വന്നപ്പോൾ പലസ്തീൻ്റെ ഹമാസിൻ്റെ നേതാക്കൾ ചെന്ന് റഷ്യയുടെ കൊട്ടാരത്തിൽ പറയും, സാറേ നീ ഞങ്ങളെ ഇനി നയിക്കണം. കഴിഞ്ഞ സെപ്റ്റംബർ 2ാമത്തെ സംഭവം. ഈ ട്രംപിൻ്റെ വരവിനോടനുബന്ധിച്ച് ഇന്നത്തെ പലസ്തീൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം ചെന്ന് റഷ്യയുടെ നേതാവിനോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. ഇതൊക്കെയാണ് നമ്മുടെ ബൈബിൾ. കാനാവിലെ കല്യാണമല്ല. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ. എസെക്കിയേൽ 38:8. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വായിപ്പിക്കാത്തത്. നിങ്ങൾ കൂടെ നീ അവർക്ക് മേധാവിയായി തീരും. കമ്മിങ് ഓൺ ഡേയ്സ് 2024, the election is running on America. The president of 47th president of Mr. Trump is come to America. Two major leaders going to Russia. Number 1, the Hamas leader. The second one, the Palestine Authority President Mahmoud Abbas giving a referendum to Russian President Mikhail Gorbachev. President Vladimir Putin കൊടുത്തിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മേധാവിയായിരിക്കണം. അതാണ് നമ്മുടെ ബൈബിൾ. എസെക്കിയേൽ 38:8. നീ അവർക്ക് മേധാവിയായി തീരും. ഈ യുദ്ധം ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. റഷ്യയെ എവിടെ വെച്ച് നീ സന്ദർശിക്കപ്പെടും? വാളിനൊഴിഞ്ഞു പോയത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തെ കൊടുത്തു
ഒടുക്കം നീ വന്നു ചേരും. അതാ അറബി ഒട്ടകമോടിച്ച് മൂങ്ങ മൂളി 1948 മെയ് 14 വരെ ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര. ആ യുദ്ധം അന്തിമ യുദ്ധം. എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ് പള്ളികളിൽ ഒരു സംഭവം നടക്ക്. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും, കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ അന്തിമ യുദ്ധങ്ങൾ. അത് കഴിഞ്ഞാൽ ഈ ലോകം ഒരുവൻ ഭരിക്കണം. ഇനി ആ അമേരിക്കയിലേക്ക് പോകുന്നു. എന്താ ലോകം ഒരുവൻ ഭരിക്കണം? എല്ലാവരും കേട്ടാട്ടെ, പറഞ്ഞു തരാം. ഒന്നാം ലോക മഹായുദ്ധം. അന്ന് ഒരു സംഘടന വന്നു, 5.5 ലക്ഷം പേർ മരിച്ചു. ആ സംഘടനയുടെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തമിഴ്നാട്, കേരളം. രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്ന്, അതിന്നുമുണ്ട് യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ നേതാവിൻ്റെ പേര് അന്തോണീസ് ഗുട്ടറാസ്. നമ്മുടെ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉലകത്തിൽ നടന്നു. ശ്രദ്ധയോടെ, വളരെ താഴ്മയോടെ. 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ പറഞ്ഞു, ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്താൽ നന്നായിരുന്നു. ഭക്ഷണം, മരുന്ന്, ബാങ്ക് അക്കൗണ്ട്. എതിർ ക്രിസ്തുവിന് വരവേൽക്കുന്നു. രണ്ടാമത്തെ സംഭവം, 2024 ഏപ്രിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി. ആ മന്ദിർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ചാനലുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, മോഡിജി ഇതർ അബുദാബി മേ മന്ദിർ കോൾനെ കട്ടായി മേക്ക് നയാ ബാത്ത് ബത്താനാ ചാഹിയെ. ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല വാക്ക് എന്ന് പറയണം. അപ്പോൾ മോഡിജി പറഞ്ഞു, ഭായിയോ ബഹനോ, ये सुनना मंदा अपना दुनिया शांति समाधान मिलने के लिए एक आदमी हुकूमत में या कुर्सी में बैठना चाहिए. നമ്മുടെ ലോകത്തിന് ശാന്തി സമാധാനവും ബർക്കത്തും കിട്ടണമെങ്കിൽ ഒരുവൻ അതിനകത്തിരിക്കണം. അടുത്തത് 2024. എല്ലാവരും കേൾക്കണം, ഇത് കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങളാണ്. 2024 ഏറ്റവും നിർണായകമായി ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഏറ്റവും നിർണായകമായ ഒരു ഉച്ചകോടി ഉണ്ടായി. ആ ഉച്ചകോടിയുടെ പേര് ബ്രിക്സ് ഉച്ചകോടി. കഴിഞ്ഞ നവംബറിൽ ആ ഉച്ചകോടിയിൽ 3 നേതാക്കൾ ഒരുമിച്ച്. എല്ലാവരും കേൾക്കണം. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ ഷീ ജിൻപിങ്, 3 കൊറിയയുടെ കിം ജോങ്. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ പലസ്തീൻ്റെ കൂടെ. പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞു, ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്താ? വരിക ആ എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അത് കണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറും ഈ കൺവെൻഷന് പകുതി കൈ ഉയർത്തി. അത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ട്രംപ് മുതലമച്ചറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മോഡി സാറിനെ വിളിച്ചില്ല. പിന്നെ ജയശങ്കർ, അയ്യാ ജയശങ്കർ അങ്ക ചെന്നിരിക്കുന്നത് ടീ എല്ലാം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം മോഡി സാർ അമേരിക്കയിൽ പോയി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. അതിനോടനുബന്ധിച്ച് 2024 ഡിസംബർ മാസത്തിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എല്ലാവരെയും വിളിച്ചു. മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞിട്ട് പാണക്കാട് കൈതർലി ശിഖാബ്ദങ്ങൾ, കർണാടകയുടെ സ്പീക്കർ TU ഖാദർ, എല്ലാം വത്തിക്കാനിൽ. ഇനി ഞാൻ പള്ളികൾ വന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു മഠമുണ്ട്, ശിവഗിരി മഠം. ശിവഗിരി മഠം ആലുവയിലുണ്ട്. അവിടെ ഇപ്പോൾ വത്തിക്കാൻ പറയുന്ന സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. ഒരു ഗവൺമെൻറ്, ഒരു ഭരണം. 5ാമത്തെ സംഭവം, പല മലയാള പത്രങ്ങളിൽ, ചിലരിവിടെ മലയാള പത്രം വായിക്കുന്നവരുണ്ട്. 2025 ജനുവരി മാസം 24-ാം തീയതി മലയാള മനോരമയിൽ ഒരു നല്ല വാർത്ത വന്നു. 3ാമത്തെ പേജ്, അതിരുകളില്ലാത്ത ലോകം. മലയാളം മനസ്സിലാകുന്നവർക്കായി ജനുവരി മാസം 24 മലയാള മനോരമ തൂക്കി വയ്ക്കാത്ത എവിടെങ്കിലും ഉണ്ടേ നോക്കണം. അതിരുകളില്ലാത്ത ലോകം. UN-ന്റെ നേതൃത്വത്തിൽ 119 രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടിയിട്ട് പറഞ്ഞു, വി ആർ ഗിവിങ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. പുതിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് തരുന്നു. ഒരു ഗവൺമെൻറ്, ഒരു ഭരണകൂടം, ഒരു മൈക്രോ ചിപ്പ്, ഗേറ്റ് വേണ്ട, മതിൽ വേണ്ട, അതിരുകളില്ലാത്ത ലോകം. അതിന് വിളിക്കുന്ന നിങ്ങളുടെ മൊബൈലിനകത്ത് എഴുതിയിട്ടുണ്ട്, ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെടും. 1 മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരും. അവൻ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? കുഞ്ഞ് വായിച്ചു തുടങ്ങിയാട്ടെ. ഒരുവൻ ലോകത്തിൽ വരുമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വെളിപ്പാട് ദീർഘദർശി, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 verse 1 and 2 വായിച്ചിട്ട് മുന്നേ വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പ്, 10 കൊമ്പ യൂറോപ്യൻ യൂണിയൻ. എല്ലാവരും അവിടെ നിന്ന് നിന്നാട്ട്. യൂറോപ്യൻ യൂണിയൻ 12 രാജ്യങ്ങൾ, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പോയി. അതിൻ്റെ പേര് ബ്രെക്സിറ്റ്. ഇനി 11 രാജ്യങ്ങൾ. ഒന്നുകൂടെ പോയാൽ എൻ്റെ പ്രിയൻ ബാനമേഘത്തിൽ 10 കൊമ്പ് 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം, അവിടെ 7 മലകൾ, ക്യാപിറ്റോളിൻ, പാലിറ്റേലിൻ, അവൻറ്റേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അവിടെ ആ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇരിക്കുന്നത്. അദ്ദേഹം ഒന്നുമല്ല, അന്തിക്രിസ്തു. വഴി
വഴികൾ ഒരുക്കും. അടുത്ത വാക്ക് കൊമ്പുകളിൽ കൊമ്പുകളിൽ 10 രാജമുടിയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം. ദൂഷണനാമങ്ങളിൽ 10 രാജമുടി. കേരളത്തിലെ ഭരണസഖാവ് പിണറായി ഒറ്റയ്ക്കല്ല, അനവധി മന്ത്രിമാർ. തമിഴ്നാടിൻ മുതലമച്ചർ സ്റ്റാലിൻ, അദ്ദേഹം ഒറ്റയ്ക്കല്ല, അനവധി മുതലമച്ചറുടെ കൂടെ മന്ത്രിമാർ. അതുപോലെ ഈ 10 രാജമുടി ദൂഷണനാമം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ എതിർക്കസു തുമ്പുകെട്ട ഇടയൻ നാശയോഗ്യൻ വരുമാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിന്റെ മർമ്മം ചെറിയ കൊമ്പ് ഇതെല്ലാം വരുന്നവന്റെ പേരാ ദൂഷണനാമമുള്ള ഒരു മൃഗം. വായിച്ചിട്ട് മോനെ. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഭരണാധികാരി വരാൻ പോകുന്ന ഏക ലോക ഭരണ മുൻപായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. അതാ റോമാ സാമ്രാജ്യം മടങ്ങി വരും. പുള്ളിപ്പുലിയ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. കരടിക്കാലായ നമ്മുടെ ദാനിയേൽ പ്രവചനം ദാര്യാവേശും കോരശും. ആ ദാര്യാവേശും കോരശ് കാലത്ത് 3 അവന്മാരുടെ വാരിയല് വായിലുണ്ടായിരുന്നു. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. യവന്മാരെല്ലാം അന്തിക്രിസ്തുവിന് പിന്തുണ കൊടുക്കും. അടുത്തത് മോൻ വായിച്ചാട്ടെ. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. സിംഹമുഖമായ ഇറാഖിൽ പണ്ടൊരു തല വെട്ടുന്ന വീരനുണ്ടായിരുന്നു. അവന്റെ പേര് നിമ്രോദ്. അതുകൊണ്ടായി തല ഇറക്കുന്ന IS അവന്റെ കൊച്ചുമോനായിരുന്നു. കളിക്കാവള് SI വിൻസെന്റിനെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്ന എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. അതിവിടെ തുടർ സമയം വെളിപ്പാട് പ്രസംഗിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കളിക്കാവളെ കണ്ടതാ. ഇതൊക്കെ അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് മഹാസർപ്പം. ആദ്യം ഏതന് കണ്ട കുഞ്ഞു പാമ്പ് ഇപ്പോൾ ഉലകത്തെ പിടിച്ചു. കേരളത്തിൽ തന്നെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായില്ലയോ? സ്വോത്രം പിടിയല്ലേ വരിക മയക്കുമരുന്ന്, എല്ലായിടത്തും മയക്കുമരുന്ന്. അതിന് ഈ മഹാസർപ്പം ഉലകത്തെ പാപത്തിന്റെ ദൃഷ്ടിയിലേക്ക് മനുഷ്യന്റെ കണ്ണുകളെ വിരാജിച്ചു കൊണ്ടുപോകുന്ന എതിർ ക്രിസ്തുവിന്റെ മൂർത്തി പാപത്തെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു മഹാസർപ്പം, ഉലകത്തെ വാഴുന്ന മഹാസർപ്പം. അടുത്തത് വായിക്കാം. തന്റെ ശക്തിയും അധികാരവും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ പേരാ ഏകലോക ഭരണം. ഒരുവൻ ലോകം ഭരിക്കും. ഈ കൺവെൻഷന് നോട്ടീസ് അടിച്ചപ്പോൾ ഒരു വാക്ക് താണ്ട് ഇതെല്ലാം ഓൺലൈനിൽ കുഞ്ഞുങ്ങൾ കൊടുത്തേക്കണം. കണ്ടാലും കണ്ടില്ലേലും പുതുതായിട്ട് കാണുന്നവർക്ക് സ്വോത്രം. 1 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ പോയി 27 കോടി മുസ്ലിം. അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം, അതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേൽ ഹമാസ്, ഒരു ദിവസത്തെ പത്രവാർത്ത. ഇതെല്ലാം കാണുന്നത് ഒരുവന്റെ കയ്യിൽ ഭരണം വരും. ഒരുവന്റെ കയ്യിൽ ഭരണം വന്നാൽ ഇനിയുള്ള കാര്യങ്ങൾ ബൈബിളിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ സെമിനാരികളുണ്ട്. അപ്പം പലരും പഠിച്ചതായിരിക്കും. ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പത്മോസിന്റെ ഏകാന്തതയിൽ യോവാൻ അപ്പോസ്തലൻ കിടക്കുന്നു. പഴയ നിയമത്തിന്റെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ. ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി വിരാജിക്കേണ്ടവൻ സിംഹക്കുടിയിൽ നിന്ന് പുറത്തു വന്നവൻ കിടക്കുന്നു. അവന് ദൈവം കൊടുത്തത് ദാനിയേൽ പ്രവചനം. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരുവൻ ഭരിക്കുമോ? എന്തുകൊണ്ട് ലോകം ഒരുവൻ ഭരിക്കും? കാറ്റുകൾ പെരുമഴയായിട്ടടിക്കുന്നു, മഹാവ്യാധി ഇവിടെ വരുന്നു, സാമ്പത്തിക മണ്ഡലം തകരുന്നു, നേതാക്കൾക്ക് സ്വസ്ഥതയില്ല. ഇതെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ നേതാക്കൾ പറയുന്നു ഒരങ്കിളിന്റെ ഈ ലോകം കൊടുത്താൽ നല്ലത്, അവനടുക്ക വാതിൽക്കൽ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനത്തിനടയാളം. യേശു പറഞ്ഞ അത്തിയെ നോക്കി വരുമ്പോൾ അവിടെപ്പീൻ അതിന്റെ കൊമ്പുള്ളതായി. ഇന്ന് രാത്രി 7 രാജ്യങ്ങളുമായി ഇസ്രയേൽ, ഹമാസ് ഉണ്ട്, സിറിയ ഉണ്ട്, ലബനോണ്ട്, ഇറാനുണ്ട്, ടർക്കി ഉണ്ട്, യമനുണ്ട്, തൂത്തുപറകി അടിച്ചുകൊണ്ടിരിക്കുക. ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരങ്കിൾ എഴുന്നേറ്റ് വരാൻ പോകുന്നു. അവനടുക്ക വാതിൽക്കൽ എതിർ ക്രിസ്തു. വായിക്കാം ദാനിയേൽ പ്രവചനം. വരാൻ പോകുന്ന കാലം, ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും എന്ന നാൾക്കളിലെ ദാനിയേൽ ദീർഘദർശിയും കഠിതം അധികാരം 8 വസനത്തെ വാസിക്കരുത്. 23, 24, 25 ഒരു വ്യക്തിക്കുള്ള ഉലകത്തിൻ ഭരണം വരുമോ? ദാനിയേൽ 8, 23, 24, 25 മുൻപായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത് വായിക്കാം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്ത വാക്ക്, അവന്റെ അധികാരം വലുതായിരിക്കും. അവ ഇന്റർനെറ്റ് വഴി ലോകം ഭരിക്കും. പറ്റുമെങ്കിൽ ആ 3-ാം ദിവസം ഇന്റർനെറ്റ് നല്ലതുപോലെ അങ്ങ് പ്രസംഗിക്കുകയാണ്. ദണ്ടുകൊണ്ട് കോലുകൊണ്ട് മേയ്ക്കുവാൻ ഇന്റർനെറ്റ് 3-ാം ദിവസം വെളിപ്പാടെടുക്കാം. ഇതുവരെ പ്രസംഗിക്കാത്ത വാർത്തകളെല്ലാം ഇപ്പം ഇന്റർനെറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആക്കി തരാം. അവസാന ദിവസം ഇന്റർനെറ്റിലേക്ക് പാകാം, കുഴപ്പമില്ല. വെളിപ്പാടിൽ തന്നെ ഉണ്ട്. അവനായി ലോകം മുഴുവൻ ഭരിക്കും. അടുത്തത് വായിച്ചിട്ട് മുന്നേ, അവന്റെ അധികാരം വലുതായിരിക്കും. അധികാരം വേൾഡിനെ മുഴുവൻ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരും. ലോകം വിരൽ തുമ്പിൽ. അതാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അതിനാസ്പദമായി ഇന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. 2 ഇവിടുത്തെ സാറ്റലൈറ്റുകളെ യഹൂദൻ കൊണ്ടുപോയി. 1 റിലയൻസ് ജിയോ, 2 എയർടെൽ. അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ പേരാ സ്റ്റാർലിങ്ക്, യഹൂദൻ്റെ. ഇന്നത്തെ പത്രം വായിച്ചാൽ മതി. ലോകം ഒരു നെറ്റ്വർക്കിലേക്ക് പോകാൻ പോകുന്നു. അതിനാസ്പദമായി റിലയൻസ് ജിയോ ആരുമായിട്ട് നല്ല സ്പീഡ്, 5G ഒന്നും വേണ്ട, തൊട്ടാൽ പടപടാ കയറി വരും. റിലയൻസ് ജിയോ ആരുമായിട്ട് എലോൺ മസ്ക്, ട്രംപിൻ്റെ വ്യവസായി, യഹൂദൻ്റെ തലവനുമായിട്ട്. ഇന്നത്തെ
മനോരമയിലും എല്ലാ പത്രങ്ങളിലും ഉണ്ട്. 2, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള എയർടെലും അവരുമായിട്ട് കരാർ ഒപ്പിട്ടു. BSNLന്റെ സാറ്റലൈറ്റ് വേണ്ട, അവർ എടുക്കുന്നു യഹൂദന്റെ സാറ്റലൈറ്റ്, അതിന്റെ പേരാ സ്റ്റാർലിങ്ക്. അതാ എലോൺ മസ്കിന്റെ സാറ്റലൈറ്റിലേക്ക് ലോകം ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പോകാനുള്ള ആദ്യത്തെ തുടക്കമാ. ഇവിടുത്തെ 2 വൻകിട ടെലിഫോൺ കമ്പനികൾ യഹൂദനുമായിട്ട് കരാർ ഒപ്പുവെച്ചു. ഇന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ നോക്കിയാൽ മതി, വീട്ടിൽ ചെന്നാൽ മതി, ഓൺലൈനിൽ നോക്കിയാൽ മതി. റിലയൻസ് ജിയോ ഗീവിംഗ് എ കമ്മിറ്റ്മെന്റ് വിത്ത് എലോൺ മസ്ക് അഥവാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ സാറ്റലൈറ്റ് സ്റ്റാർലിങ്ക് ദ എയർടെൽ ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യൻ ടെലിഗ്രാഫിക് സർവീസ് അനുമതി കൊടുത്തു. അവരും ആരുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ദാ എലോൺ മസ്കുമായിട്ട് അതിവേഗ ഇന്റർനെറ്റ് ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. സ്വന്തം ശക്തിയാലല്ലതാ പിശാച് ഇതിനെല്ലാം ശക്തി കൊടുക്കും. അവൻ അതിശയകരമാവണം, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അതിന്റെ ഒന്നാമത്തെ ഭാഗം He will take it the land order. എല്ലാവരും കേൾക്കണം. വളരെ സമാനതയുടെ ചിന്തയിലേക്ക് 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടവേള, ബാക്കി പിന്നെ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് രാത്രി എന്താ, ഒരുവൻ ഭരണത്തിൽ വന്നാൽ നിയമത്തെ കയ്യിലെടുക്കും. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം മാറിയപ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയൻ വന്ന് പോലീസ് മേധാവികളെ മാറ്റി, സർക്കാരിൻ്റെ ലീഡർമാരെ മാറ്റി, കളക്ടർമാരെ മാറ്റി. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് ആയിരുന്നു. നരേന്ദ്രമോദി സാർ വന്നപ്പോൾ ഗവർണർമാരെ മാറ്റി, കരസേന, വായുസേന, വ്യോമസേന മുഴുവൻ നേതാക്കളെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. He will take it the land order. ഇതാണ് നാം പോകാൻ പോകുന്നത് അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലേക്ക്. എന്താ തീക്കാറ്റ്! ഇന്ന് രാത്രി നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാം കേൾക്കാം. ഇനി ബൈബിളിലേക്ക് ചെറിയ ചിന്തകളിലേക്ക് പെടപെട സൺഡേ ക്ലാസ്സിലെ പോലെ. അധ്യായം 1 ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന് ബൈബിൾ മൂലഭാഷ കാസ്മോസ്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് സയന്റിഫിക് മെത്തേഡ് വി ആർ സേയിങ് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ? ഇറാഖിന്റെ വടക്കേറ്റ്. എല്ലാവരും കേട്ടാട്ടെ. എത്യോപ്യ. അവിടെ 6 ഘടകം ദൈവം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. പല ഉപദേശിമാരും പല ആൾക്കാരും പറയാറുണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെന്ന്. തെറ്റേ. ഈ തിരുവനന്തപുരം ജില്ലയിൽ 2 സ്ഥലമുണ്ട്. ഒന്ന് നമ്മുടെ പാലിയോട്, അതിനോട് ചേർന്ന് മറ്റൊരു സ്ഥലമുണ്ട് പിന്നെ ആലത്തൂർ. ഇവിടെ എല്ലാം പാറ നല്ല ഉള്ള പെരുങ്കടവിള, ആലത്തൂർ, പാലിയോട്. പാറയെന്ന് കാണും. മനുഷ്യനെ മെനയാൻ പറ്റും മക്കളെ? നടക്കത്തില്ല. ഒരു മണ്ണിനകത്ത് നല്ല മനുഷ്യനെ മെനഞ്ഞ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. മണ്ണിനകത്ത് 17 മൂലകമുണ്ട്. അതിൽ കട്ടിയുള്ള മൂലകം പൊറോക്സോൺ. അങ്ങനെയെങ്കിൽ പാറ കൊണ്ട് വീട് കെട്ടാൻ പറ്റത്തില്ല. പാറ പൊടിച്ച പൊടി കൊണ്ടാണ് എം സാൻഡ് അല്ലെങ്കിൽ പൊടി കൊണ്ട് കിട്ടുന്ന പോലെ മണ്ണ് പൊടിയുമ്പോൾ കിട്ടുന്ന സാധനത്തിൻ്റെ പൊടി പേരാ പൊടി. 17 മൂലകം. പൊടിയെങ്കിൽ ബൈബിളിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണോ? റഫറൻസ് നിങ്ങൾ കൂടെ കുഞ്ഞു വായിക്കത്തില്ല. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. 3-ാമത്തെ റഫറൻസ് ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേക്കും. 4 അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ഉപദേശി ഒരു സങ്കീർത്തനം എഴുതി. ആരും വായിക്കത്തില്ല. സങ്കീർത്തനം 90 നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. മർത്യന മണ്ണിലേക്കെന്നല്ല, മർത്യന പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അതിൻ്റെ താഴെ ഒരു വാചകമുണ്ട്. ഒരു ഉപദേശി ഒരച്ഛനും വായിക്കത്തില്ല. ആ സമയത്ത് പിന്നെ വാക്യത്തിൻ്റെ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആയുഷ്കാലം 70, ബാക്കി ആരും മിണ്ടുന്നില്ല. ഏറെ ആയാൽ 80. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉപദേശിമാർ വായിക്കത്തില്ല. ഭാര്യമാരെ കൊടുക്കും. പോകുന്ന അവൾ പോട്ട് വേറെ കല്യാണം ഞാൻ കഴിച്ചോളാം. മനസ്സിലാക്കുന്നവർക്കായി ഒറ്റ ഉപദേശിമാർ ഒറ്റ വീട്ടിലും വായിക്കാത്ത ബാക്കി അച്ഛന്മാർ ഞങ്ങളുടെ ആയുഷ്കാലം 70, 80. ഇനി ആ ബൈബിളും സയൻസും. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യന് സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശാസ്ത്രത്തിലും ആദമിൻ്റെ മുഖത്തേക്ക് സ്വർഗശബ്ദം ഇറങ്ങി. ആദമിൻ്റെ നാസാരന്ധ്രങ്ങളിനകത്ത് സ്വർഗത്തിൻ്റെ ശ്വാസം ഇറങ്ങി. മകനെ മകളെ ആദമിൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി, കണ്ണ് തുറക്കാൻ തുടങ്ങി, തലമുടി അനങ്ങാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ 4 അറകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി, രക്തമോട്ടം തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പളുകൾ പറയാൻ കഴിയും. ഞങ്ങളുടെ ദൈവ സാധാരണ ദൈവമല്ല. കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പളുകൾ പറയാം. മഹാദൈവം
ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് ആര് വചനം ഏറ്റെടുക്കും? ഇന്ന് രാത്രി നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ കൗണ്ടുകളെ മാറ്റുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തന. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം കത്തി തൊടാതെ ഈ ഗ്രൗണ്ടിനകത്ത് ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പറ, കിംസും നിംസും അല്ല ആദമന്റെ മൂക്കിനകത്ത് വെന്റിലേറ്റർ വെച്ചത്, PRSും നിംസും അല്ല വെച്ചത്, അനന്തപുരിക്കാരന്റെ ഓക്സിജൻ സിലിണ്ടർ അല്ല ആദമനെ ചലിപ്പിച്ചത്. അവനെ ചലിപ്പിച്ചത് മഹാദൈവത്തിന്റെ ശ്വാസമെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടത്തിനകത്ത് പറ, ഈ വചനം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ കത്തി തടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ കർത്താവ് എന്റെ ഹൃദയത്തിന്റെ അറകളെ ചലിപ്പിക്കോ, എന്റെ ഹൃദയത്തിന്റെ അറകളെ ചലിപ്പിക്കോ, എന്റെ ഗർഭപാത്രത്തെ ചലിപ്പിക്കോ. ഇന്ന് രാത്രി എന്റെ കൗണ്ടുകളെ ദൈവം ചലിപ്പിക്കോ, എന്റെ ക്രിയാറ്റിന്റെ അളവുകളെ ഇന്ന് രാത്രി മാറ്റോ. ആര് കരമുയർത്ത് എന്റെ ബ്ലഡിന്റെ ഇൻഫെക്ഷനുകളെ മാറ്റുവാ ഈ രാത്രി കരുത്തുറ്റ